ഇസ്രായേൽ ഇറാൻ യുദ്ധം ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ളത് പശ്ചിമേഷ്യയെ മാത്രമല്ല, മൂന്നിലധികം വൻകരകളെ തന്നെ നാമാവശേഷമാക്കുമെന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കാരണം ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ആണവായുധം അണിയറയിൽ ഒരുക്കുകയാണ് ഇറാൻ. മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപ്രതീക്ഷിത മരണവും ടെഹ്റാനിൽ കയറി ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ വധിച്ചതുമെല്ലാം ഇസ്രായേലാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഇറാൻ. പകരം വീട്ടാൻ തയ്യാറെടുത്തിരിക്കുകയാണെന്ന് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് ഇടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തിന്റെ കാരണം പുറത്തു വന്നിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് അന്തിമ റിപ്പോർട്ട്. ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് ദുരൂഹതയുണ്ടെന്ന സംശയം ഉയർന്നിരുന്നു. എന്നാൽ ഇതെല്ലാം തള്ളുന്നതായാണ് ഈ റിപ്പോർട്ട്. ഇറാനിലെ ദേശീയ മാധ്യമങ്ങളാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അപകടമുണ്ടായ മേഖലയിൽ കനത്ത മൂടൽമഞ്ഞായിരുന്നു അനുഭവപ്പെട്ടത്. അതിനാൽ പൈലറ്റിന് കാഴ്ച വ്യക്തമായിരുന്നില്ല. ഇതേ തുടർന്ന് ഹെലികോപ്റ്റർ മലനിരക്കിലിടിച്ച് അപകടമുണ്ടാകുകയായിരുന്നു. സംഭവത്തിൽ യാതൊരു ദുരൂഹതയും ഇല്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞത്. ഉദ്യോഗസ്ഥരുമൊത്ത് യാത്ര ചെയ്യുന്നതിനിടെ അസർബൈജാൻ അതിർത്തിക്ക് സമീപം ഹെലികോപ്റ്റർ തകരുകയായിരുന്നു. ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾക്കിടയിലുണ്ടായ അദ്ദേഹത്തിന്റെ മരണം വലിയ ദുരൂഹതയായിരുന്നു ഉയർത്തിയിരുന്നത്. ഭീകരാക്രമണമാണ് ഉണ്ടായിരുന്നതെന്നായിരുന്നു ആദ്യ സംശയം. ഇതോടെ സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഇറാൻ സൈന്യം ഉന്നതതല സമിതി രൂപീകരിച്ചു. ഈ സമിതിയാണ് ഇപ്പോൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്.